ഹലോ. ഇന്ന് അനിയത്തി എറണാകുളത്തുനിന്ന് വന്നപ്പോൾ അവളെ സ്റ്റോപ്പിൽ വിളിക്കാൻ പോലും ഞാനാണ്. കാരണം ഞാനിന്ന് അമ്പലപ്പുഴയിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് എനിക്ക് നല്ല ദിവസമാണ്. അവൾക്ക് ഫസ്റ്റ് സാലറി കിട്ടിയ ദിവസം. അപ്പോൾ അവൾ മന്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൊണ്ട് വളഞ്ഞ വഴിയിൽ മന്തി കഴിക്കാൻ വന്നു. കുറച്ച് നേരം ഞങ്ങൾക്ക് പോസ്റ്റ് അടിക്കേണ്ടി വന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ചില്ലടിച്ച് നിന്നു. പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഫസ്റ്റ് സാലറി കിട്ടിയതല്ലേ. എന്ത് വേണേലും മേടിക്കും എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. എന്തൊക്കെ മേടിക്കണമെന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയില്ല. സാലറി വന്നതിൽ അർച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഐ ആം പ്രൗഡ് ഓഫ് ദ മൊമെന്റ്. ഫസ്റ്റ് ചെലവ് എനിക്കാണോ? അതെ, കാരണം ഫസ്റ്റ് ചെലവ്. കാരണം നാദിരനല്ലേ കണ്ടോളൂ. അങ്ങനെയല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ടാന്ന് പറയണം. സ്നേഹം കൊണ്ട് എനിക്കിട്ടും കിട്ടി വാരൽ. എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഓക്കെ ഞാൻ ബില്ല് കൊടുക്കുന്നതൊക്കെ ഒന്ന് വീഡിയോ പിടിക്ക്, എനിക്ക് ഗൂഗിൾ പേയിൽ നിന്ന് ഇങ്ങനെ പൈസ പോകുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുത്തതാ. അപ്പം ഞാൻ പറയുമായിരുന്നു, ഫസ്റ്റ് സാലറിക്ക് മാത്രമേ ഉള്ളൂ ഈ ആക്രാന്തം. പിന്നെ നമുക്ക് വിഷമമായിരിക്കും ഗൂഗിൾ പേയിൽ നിന്ന് പൈസ പോകുമ്പോൾ. പുള്ളിക്കാർ അറിയില്ല, എനിക്കങ്ങനെ ആയിരിക്കത്തില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ചിലവാക്കാനൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതേ കാണും, പിന്നെ മാറും എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നമുക്കിന്ന് സാലറി കിട്ടിയ ദിവസമല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ കണ്ടോ, ഞങ്ങളപ്പോൾ ഒരാളെ കണ്ട്. ഇയാൾ ആദ്യമേ ഭയങ്കര ആക്റ്റീവായിട്ട് ഞങ്ങളോട് കളിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ പുള്ളി ഒരു കാരണവശാലും തിരിയുന്നില്ല. ഹണി എന്നാട്ടോ പേര്. മന്തി വാങ്ങിക്കാൻ വന്നതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ നേരം അവളെയും കളിപ്പിച്ച് അവിടെ നിന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഒരു പ്രശ്നവും ഇല്ല. അങ്ങ് ഭയങ്കര സൈലൻ്റ് ആൾ. അങ്ങ് ഭയങ്കര കളിച്ചും ഒക്കെ നിൽക്കുമായിരുന്നു. കണ്ടു നോട്ടം. വണ്ടി ഇടും. ഓക്കേ. ഓടിക്കാൻ അറിയത്തില്ല. കുട്ടനാടൻ കായലി അറിയാവാ? തുടങ്ങാം നമുക്ക്. കുട്ടനാടൻ കായലി പാട്ടൊക്കെ പാടി ചില്ലടിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാണ് ഭയങ്കര വൈബാണ്. എനിക്ക് ചേരുന്ന ഒരാളാണ്. എന്ത് കൊമ്മാളിത്തരത്തിനും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. നൈറ്റൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ റൈഡൊക്കെ പോകാൻ ഇഷ്ടമാണ്. പക്ഷെ എന്താണെന്നറിയാം, വീട്ടിൽ നിന്ന് വിടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഇങ്ങനെയൊക്കെ പുറത്തൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ കറങ്ങുന്നത്. എന്നിട്ട് ഞങ്ങൾ പാട്ടുപാടി വലിയ ഒളിയത്തിലാണ് വരുന്നത്. റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുക. ഒരു 11 മണി സമയമൊക്കെ ആയി എങ്കിലും റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കുക, പിള്ളേർക്ക് എന്താ വട്ടാണോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ തുടങ്ങി. ഓരോ കഥകളും വിശേഷങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. കഴിച്ച് വന്നപ്പോൾ എല്ലാവർക്കും അങ്ങ് മടുപ്പായി. ആദ്യത്തെ ആവേശമൊന്നും പിന്നീട് കണ്ടില്ല. മതി എന്നുള്ള രീതിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വാവച്ചെ കളിയാക്കിക്കൊണ്ടിരിക്കുമോ ഞാൻ.